ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 23-24 വാക്യങ്ങൾ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. യോസേഫ് നേരിട്ട ജീവിതാനുഭവങ്ങളെ യാക്കോബ് ഓർക്കുന്നതാണ് ഈ വരികളിൽ കാണുന്നത്. ഒറ്റപ്പെട്ടു പോയ യോസേഫിനെതിരെ 10 സഹോദരന്മാർ ഒരുമിച്ച് പൊരുതി. തനിക്ക് നേരിട്ട വെല്ലുവിളികൾ നോക്കിയാൽ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല. എന്നാൽ അവൻ തളർന്നു പോയില്ല. അതിൻ്റെ കാരണം യാക്കോബ് വെളിപ്പെടുത്തുന്നത് യോസേഫിൻ്റെ കൈകൾ ദൈവത്തിൻ്റെ കൈയാൽ ബലപ്പെട്ടു എന്നാണ്. എത്രയധികം എതിരാളികളും ഒരുമിച്ച് എതിർത്താലും ദൈവം ഒരുവനോട് കൂടെയുണ്ടെങ്കിൽ അവനെ തകർക്കാൻ കഴിയുകയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് യോസേഫിൻ്റെ അനുഭവം. എതിരാളികളുടെ ജയം താൽക്കാലികവും പിൽക്കാലത്ത് അത് പരാജയമെന്ന് വിലയിരുത്തപ്പെടുന്നതുമായിരിക്കും. ഒരു ദൈവപൈതലിൻ്റെ താൽക്കാലിക പരാജയം പോലും വരും കാലത്ത് വിജയമെന്ന് ബോധ്യമാവുകയും ചെയ്യും. യോസേഫിനെ വിഷമിപ്പിച്ചതുപോലെ നമ്മയും വിഷമിപ്പിക്കുവാൻ പലതിനും കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ അതെല്ലാം താൽക്കാലികം മാത്രമായിരിക്കും. മറ്റൊരാൾക്ക് ലഭിക്കാത്ത ദർശനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അവർക്കില്ലാത്ത പ്രശ്നങ്ങളും നേരിടേണ്ടതുണ്ട്. അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചാണ് ദൈവം ഒരുവനെ ഉയർത്തുന്നത്. അല്ലാതെ ഉണ്ടാകുന്ന ഉയർച്ചകൾ പരാജയത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട്. എത്ര വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും നമ്മെ ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ കരമുണ്ട്. അതിലാശ്രയിക്കാം. ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ഗോഡ് ബ്ലെസ് യു.